തൃപ്തി കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഫുഡിൻ്റെ ഒരു വ്ലോഗ് ചെയ്യുന്നത്. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് നമ്മളുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ ഒരു കറി എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻസിന് പറ്റുന്ന രീതിയിലും അല്ല, അതിനകത്ത് മുട്ട ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ കൂടി ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വറുത്തരച്ചിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറി ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് വറുത്തരച്ചിട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, അത് എളുപ്പം ചെയ്യാൻ കേട്ടോ, വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പോകാം വീഡിയോയിലേക്ക്. നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി, ഉരുളക്കിഴങ്ങ്, ഉള്ളി, അതിനകത്ത് ഞാൻ മുട്ട ഇത്രയും വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന, ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ചപ്പാത്തിക്ക് അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അതിനകത്ത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടു. ദെൻ അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഉള്ളിയും കട്ട് ചെയ്തിട്ടു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന എരിവിന് ആവശ്യത്തിനുള്ള മുളകുകൾ, അത് ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ചിട്ട് ചേർക്കാം. ഇതിനകത്ത് എഗ്ഗ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. വെജിറ്റേറിയൻസിന് എഗ്ഗ് ചേർക്കാതെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പീസ്, വളരെ കുറച്ച് ചെറിയ പീസ് നമ്മളുടെ ജിഞ്ചർ. ഇത് ഓരോരുത്തരുടെയും രുചിയാണ് കേട്ടോ. അതിനനുസരിച്ച് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പാത്രം വെച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ നാടൻ പാചകം ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എണ്ണയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ ഓക്കെ. അതിനുശേഷം ഒരു ചെറിയ ബൗളിൽ ഒരു ബൗൾ തേങ്ങ നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. ചുമക്ക വറുക്കുക. ഇതിനകത്ത് നമ്മൾ വേറെ അധികം മസാലാസ് ഒന്നും നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. മസാലയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉള്ളി പെരുംജീരകം മാത്രമാണ് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് പെരുംജീരകം. ഇത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് വറുത്തരയിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ചുമക്കുന്ന വരെ വറുക്കുക. നമ്മളുടെ തേങ്ങ ഒരുപാട് ബ്രൗണിഷ് ആവണ്ട, ഒരുമാതിരി ബ്രൗൺ കളറായിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകം കേട്ടോ. ഇത്രയും സാധനമാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണാൻ മനസ്സിലാവും. ഇതെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ആ പൊടി കൂടി സിമ്മിലിടുക ഗ്യാസ്. അതായത് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഓഫ് ചെയ്യാണ് കേട്ടോ ഞാൻ ഗ്യാസ്. ഇതൊന്ന് ആ ചൂടത്തിൽ നിന്ന് ഈ മസാലകളും കൂടി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ, തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഒറ്റ പാനിലാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാത്രങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ മിനിമൈസ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രം എടുത്ത് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ വറുത്തരയ്ക്കുള്ള സാധനങ്ങൾ റെഡിയായി. ഇനി നമ്മളിത് ഈ ബൗളിലേക്ക് തന്നെ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി അത് തണുത്തിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പത്തിന്, പുട്ടിന്, അതുപോലെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യാം. ആ പാൻ തന്നെയാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കണം. ശേഷം നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ദെൻ നമ്മൾ അതിനകത്തേക്ക് കടുകിട്ടതിന് ശേഷം നമ്മുടെ സ്ഥിരം വറക്കൽ സാധനം വീഡിയോ മാൻ്റെ കയ്യിലൊക്കെ തെറിച്ചിട്ടുണ്ട്. കടുകുറ. അതിനു മുമ്പ് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മളുടെ വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, കുറച്ച് ഇഞ്ചി, എരിവിനാവശ്യമായ പച്ചമുളക്. സിമ്മിലിട്ടു ഗ്യാസ്. ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സിമ്മിൽ വെച്ച് നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ സിമ്മിലിട്ട് അതൊക്കെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ആ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. നമ്മൾ ജാറെടുത്തു. ദെൻ നമ്മൾ
എടുത്ത് വറുത്ത് വച്ചിരിക്കുന്ന നമ്മളുടെ മസാല നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കുക. നമ്മളുടെ അരപ്പ് കണ്ടോ, നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തു കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, അടിയിൽ പിടിക്കരുത്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇത് തൊട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു കുറച്ച് നേരമാണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്തെടുത്ത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ അരപ്പും കൂടെ ചേർത്ത് അതിനകത്തുകൂടി വേകുമ്പോഴാണ് അത് കറക്റ്റ് ഇതാവുന്നത്. അപ്പം നമ്മളുടെ മസാല വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കണം. നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കുവാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ഇനി അത് ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് ഇനി ഈ വെള്ളത്തിൽ ഇതൊന്ന് വെന്ത് ഒന്ന് കുറുകി വരിക. അത്രയും മതി, നമ്മളുടെ കറി റെഡിയായി. വെജിറ്റേറിയൻസിന് ഇത് വെന്ത് കുറുകി കഴിയുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അല്ല നോൺ വെജ് വേണം, മുട്ടക്കറി വേണം എന്നുള്ളവർക്ക് മുട്ട കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് പൊട്ടറ്റോ എഗ്ഗ് കറിയാവും. നന്നായിട്ട് തിളച്ച് കുറുകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ഒരു സാധനം ചേർക്കാൻ ഓർക്കാതിരുന്നതല്ല, കല്ലുപ്പ്. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടി അതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് റെഡിയാവാനുണ്ട്. നമ്മൾ വെജിറ്റേറിയൻസിന് നോക്കുമ്പോൾ ഈ ഒരു പരിപാടിയിൽ തീർന്നു, ഓഫ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇതിൻ്റെ തിക്ക് ഗ്രേവി എത്ര വേണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് എഗ്ഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഓൾമോസ്റ്റ് എൻ്റെ ജോലികളെല്ലാം തീർന്നു. ഇതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ കുത്തി ഇളക്കരുത്, മുട്ട ചീത്തയായി പോവും. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് കാണാനുള്ള ഭംഗിയും വേണം. സോ ഇതും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കുക. 1-2 മിനിറ്റ് കഴിഞ്ഞു നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ടേസ്റ്റിന് ആവശ്യമുള്ളവർ, ചിലർക്ക് മല്ലിയില ഇഷ്ടമാവും, ചിലർക്ക് മല്ലിയില അത്ര ഇഷ്ടമില്ല. നമുക്ക് മല്ലിയില ഇഷ്ടമുള്ളവർ ഒന്ന് മല്ലിയില കൂടെ ചേർത്ത് പരിപാടി തീർന്നു. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു വെജിറ്റബിൾ കറിയെന്നോ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വെജിറ്റബിൾ ആക്കാം, അല്ലെങ്കിൽ എഗ്ഗ് കൂടെ ഇട്ടാൽ എഗ്ഗ് കറി ആക്കാം. അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കറി. ഇതിനകത്ത് വേറെ മസാല, ഗരം മസാല ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആകെ ചേർത്തിരിക്കുന്ന പെരുംജീരകമാണ് മാത്രമാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. നമുക്കൊരു അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക്